അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ടവർ ഫാൻ്റെ ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നത് നമ്മുടെ ഇതിൻ്റെ മോട്ടറായിരുന്നു. അപ്പോൾ അത് നന്നായി കിടക്കാൻ നല്ല ക്യാഷ് ആവും. അതിന് പകരം ഇതിപ്പോൾ ഏകദേശം ഒരു റോബോട്ടിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ഒരു റോബോട്ട് മോഡൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേറെ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം അയച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്കിനി അടുത്ത പരിപാടിക്കായിട്ട് ആവശ്യമുള്ളത് 2 ഫാനാണ്. ഇത് പഴയ 2 ഇൻഡക്ഷൻ കുക്കറിനകത്ത് കിടന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ ലീഫ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതിനെ ഒരു PVC ഷീറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ഈ 2 ഫാനും നമ്മുടെ ഈ കൂളറിനകത്തോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു രീതിയിൽ വെച്ച് നമ്മുടെ ഫാൻ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ PVC ഉപയോഗിച്ച് ഒരു ചെറിയ ടൂൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് 2 സൈഡിൽ സ്ക്രൂ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫാന് ഇതിൻ്റെ സെൻട്രലായിട്ടിട്ട് നമുക്ക് 2 ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫാന് ഈ ഒരു രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു PVCയുടെ ഈ ഒരു ടൂളിനെ നമുക്കിതിൻ്റെ സെൻട്രലിലോട്ട് വെച്ച് ഒരു നട്ടും സ്ക്രൂ ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ 2 ഫാനും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഫാനിനെ ഇതേപോലെ നമുക്കൊന്ന് സ്ക്രൂ ചെയ്തൊന്ന് പിടിപ്പിക്കാം. നമ്മുടെ ഈ ഫാന് തിരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതുവഴിയാണ് നമുക്ക് കാറ്റ് കിട്ടാറ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി സ്ക്രൂ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫാൻ ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നോക്കാം. ഗൈസ്, ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊരു സ്പീക്കർ റിസ്റ്റോർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പീക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മൊഡ്യൂൾ അങ്ങനെയൊന്നും വാങ്ങാൻ നിന്നില്ല. തൽക്കാലം നമുക്ക് ഇത് തന്നെ അതിനകത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മുടെ സ്പീക്കർ നമ്മുടെ റോബോട്ടിനുള്ളിലല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്നാണ് ഇതിൻ്റെ സ്വിച്ച് കൺട്രോൾ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ പവർ ബട്ടണിലുള്ള 2 ലെഗുകളിലും നമ്മൾ ഒരു 2 വയർ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്ത് നിന്ന് നമ്മുടെ സ്പീക്കർ ഓൺ ആക്കാനും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് പോർട്ടിൽ നിന്ന് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് വയർ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്ത് നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പഴയ പോലെ ഒന്ന് അടച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മളിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നല്ല റിഫ്ലക്ഷൻ ഉണ്ടാകും നമ്മുടെ സൗണ്ടിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മളൊന്ന് സെറ്റ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇത് മുഴുവനായി നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമ്മുടെ സ്പീക്കർ ഇരിക്കുന്ന ആ ഒരു വശത്ത് നമ്മുടെ ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറിൻ്റെ സ്വിച്ചിനുള്ള 2 വയർ അതുവഴി നമുക്കൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്വിച്ചിൻ്റെ 2 വയർ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പ്രസ് സ്വിച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗൈസ്, നമ്മുടെ പ്രസ് സ്വിച്ചിലോട്ട് നമ്മുടെ 2 വയർ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമ്മുടെ സ്വിച്ചിൽ 2 വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. നമ്മുടെ സ്വിച്ച് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്പീക്കർ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു 5 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഡാറ്റ കേബിളാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ വയർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു കെട്ടിട്ട് എടുക്കാം. കാരണം ഓവറായിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൻ്റെ ചാർജ് ചെയ്യുന്ന ആ ഒരു വയർ അവിടെ നിന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയർ ഇങ്ങോട്ട് അധികമായിട്ട് ഇങ്ങ് വരത്തില്ല. സ്പീക്കറിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ 2 വയർ നമ്മൾ കണക്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വശത്തുള്ള പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് അടപ്പൊന്ന് എടുക്കാം. ഈ ഭാഗം നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് എടുക്കാം. ഗൈസ്, നമ്മുടെ റോബോട്ടിന് കണ്ണ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ 2 റെഗുലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സ്വിംഗ് മോട്ടറിന് ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും. അപ്പോൾ അതിൻ്റെ 2 ബട്ടൺ നമ്മുടെ റോബോട്ടിൻ്റെ കണ്ണ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സെൻറ്റർ ഭാഗത്തായിട്ട് LED വയ്ക്കാനായിട്ട് ഒരു ഹോൾട്ട് എടുക്കാം.
നമ്മുടെ 5mm LED ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഹോൾ നമ്മൾ എന്നിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടിലും ഓരോ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റോബോട്ടിൻ്റെ കണ്ണായിട്ട് എടുക്കുന്നത് 2 നീല ലൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഹോളിലോട്ട് ഇറക്കി വെച്ച് വെക്കാം. നമ്മുടെ LED ഇത്രയും നമ്മളൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ LED-യുടെ 2 ലെഗും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2ലൊന്ന് കയറ്റിയെടുക്കാം. നമ്മുടെ LED സെറ്റ് ചെയ്തതിന് നമ്മുടെ ഒന്നിലുള്ള LED-ക്ക് മാത്രം ഓര് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റം തന്നെ നമുക്ക് മറ്റേ LED-യിലോട്ടും കണക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ കണ്ണൊന്ന് സൂപ്പറിൽ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ 2 കണ്ണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ള കളർ ഒരു കുപ്പിയുടെ 2 കഷ്ണം നമ്മുടെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ LED-യുടെ പുറത്തോട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് അത് 2 നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കത് അതിൽ വെച്ച ആ ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ നീല LED-യുടെ പോസിറ്റീവ് തമ്മിലും അതേപോലെ നമ്മുടെ നെഗറ്റീവ് തമ്മിലും നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഗൈസ് നമ്മൾ അടുത്തതായിട്ട് ഒരു 460 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ LED ഡയറക്റ്റ് 12 വോൾട്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ LED ചീത്തയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെസിസ്റ്റർ എടുക്കുന്നത്. ഗൈസിനെ അടുത്തതായിട്ട് നമ്മുടെ റോബോട്ടിന് ഒരു വായ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഒരു 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു LED എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഗ്ലൂഗൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റോബോട്ടിൻ്റെ വായ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ റോബോട്ടിൻ്റെ വായ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മുടെ റോബോട്ടിൻ്റെ വായ നമ്മുടെ പാട്ടിനനുസരിച്ച് കത്തുന്ന വിധത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു സർക്യൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് IRF Z44N എന്ന് പറയുന്ന ഒരു MOSFET ആണ്. നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു കണ്ടൻസ്ഡ് മൈക്കാണ്. നമുക്ക് ആവശ്യമുള്ളത് ഒരു 82K ഒരു റെസിസ്റ്ററാണ്. അതിൽ നമുക്ക് നമ്മുടെ MOSFETൻ്റെ 1ാമത്തെ ലെഗിലോട്ട് നമ്മുടെ മൈക്കിൻ്റെ പോസിറ്റീവ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. മൈക്കിൻ്റെ നെഗറ്റീവ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിലോട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിലോട്ട് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് LED-യുടെ പോസിറ്റീവ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ഈ ലെഗിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ LED-യുടെ നെഗറ്റീവ് നമ്മുടെ MOSFETൻ്റെ 2ാമത്തെ ലെഗിൽ നിന്നാണ് കൊടുക്കേണ്ടത്. നമ്മുടെ 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇൻപുട്ട് നെഗറ്റീവ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിലോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് LED-യിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാം. കൈസിന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൈസിന് നമ്മുടെ മൈക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ അടുത്തോട്ടൊന്ന് വയ്ക്കാം. ഗൈസ് ഇത് ആക്ച്വലി ഇത് നമ്മുടെ സൗണ്ടല്ല കറക്റ്റായിട്ട് എടുത്ത് ലൈറ്റ് കത്തുന്നത്, നമ്മുടെ കാറ്റിനനുസരിച്ചാണ്. ഇല്ല, ഞാനിപ്പോൾ ഊതിയ സമയത്ത് ഇത് കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എയർ പ്രഷർ അനുസരിച്ചാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ സ്പീക്കറിൻ്റെ പിറകിലൊരു ഹോളുണ്ട്. അപ്പോൾ അതുവഴി നല്ലോണം നമ്മുടെ പ്രഷറുള്ള കാറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ചലിക്കുന്നതനുസരിച്ചുള്ള കാറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നമുക്കിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഗൈസ് നമ്മുടെ ഈ ഒരു മൈക്ക് നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ഈ നമ്മുടെ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ വെളിയിലോട്ട് വരണം ഈ ഹോള്. അപ്പോൾ ഈ ഹോളിലോട്ട് നമുക്ക് ഈ ഹോളിൻ്റെ ചേർത്തല്ല കുറച്ചൊന്ന് വിടിയിപ്പിച്ച് നമുക്ക് ഈ മൈക്രോഫോൺ ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ 2 LED-യിലോട്ടും നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ 12 വോൾട്ട് സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിൽ നിന്നല്ല, അല്ലാതെ കോമൺ ആയിട്ടുള്ള 12 വോൾട്ടാണ് നമ്മളതിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കെല്ലാം നമ്മുടെ സെലോ ടേപ്പ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഫാനിൻ്റെ പോസിറ്റീവുകൾ തമ്മിലും അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ നെഗറ്റീവ് തമ്മിലും ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ പോസിറ്റീവും നെഗറ്റീവ് തമ്മിൽ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കോമൺ വയറുകളെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ LED-യുടെ പോസിറ്റീവും നമ്മുടെ ഫാനിൻ്റെ പോസിറ്റീവും എല്ലാത്തിനും നെഗറ്റീവായിട്ട് നമുക്കെല്ലാം
ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ട് പുറത്ത് നിന്ന് നമുക്ക് 2 വയർ ഒന്ന് ഉള്ളിലോട്ടൊന്ന് എടുക്കണം. നമുക്ക് വയർ വളരെ സൂക്ഷിച്ച് എല്ലാ സ്ഥലത്തും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന വിധത്തിലോട്ട് എടുത്ത് നമുക്ക് ഇതിൻ്റെ കോമൺ പോയിൻറ്റുകളിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ഇൻസുലേഷൻ ടാപ്പൊന്ന് അടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിതിൽ 2 ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഈ പൈപ്പിലോട്ട് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ പണി പുറത്തുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളറുണ്ട് ചെറിയൊരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഒരു കുഴലും അതേപോലെ തന്നെ ഒരു കട്ടിയുള്ള ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല ഈ നമ്മുടെ കുഴലിനെ നല്ലോണം ഒന്ന് ചുറ്റി എന്ന് എടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ റോബോട്ടിൻ്റെ തലയിൽ കാണുന്നൊരു സാധനമില്ലേ, അതുണ്ടാക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കാണിച്ചത്. അപ്പോൾ അത് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ തലയിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നിറക്കി വെച്ചാൽ കറക്റ്റാകും. കഴിച്ചത് നമ്മുടെ റോബോട്ടിന് വേണ്ടിയിട്ട് 2 കൈ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. നമ്മുടെ റോബോട്ടിൻ്റെ കൈ 2ഉം കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ ബോഡിയിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒരു കൈ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ കൈയും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ ഏകദേശം അലങ്കോല പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ 12 വോൾട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ക്ലിപ്പിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്കിനി സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് ഗൈസ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഫാൻ കറങ്ങി നല്ല കാറ്റ് വരുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന അത്രയും ഇല്ലെങ്കിലും നമ്മൾ വെച്ചതിന് നല്ല പവർ വരുന്നുണ്ട്. ഇത് നമ്മളെ കണ്ണ് കത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് പാട്ടും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഗൈസ്, നമ്മുടെ സ്പീക്കറിനുള്ള സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം. അത് ഓണായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. ഗൈസ്, നല്ല അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. കേട്ടോ, നമ്മുടെ ലൈറ്റ് നമ്മുടെ പാട്ടിനനുസരിച്ച് നന്നായിട്ട് കത്തുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തോട്ടൊന്ന് നോക്കി നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന് നല്ല ചാർജ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചാർജ് വയ്ക്കുന്നില്ല. അതായത് ചാർജ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അഡാപ്റ്ററിലോട്ടൊന്ന് കുത്തിയാൽ മതിയാവും. ഗൈസ്, നമ്മുടെ റോബോട്ട് ഒന്ന് ഓണായി കൊടുക്കാം. അപ്പോൾ അത് ഓണായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പാട്ടുകൾ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ റോബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ ഇതിന് കടയിൽ നല്ല അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു റോബോട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു 10K വ്യൂസ് എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു റോബോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.